ഹായ് ഗൈസ്, വെൽക്കം ടു ഡേ 6 ഓഫ് 75 ഹാർട്ട് ചാലഞ്ച്. അപ്പോൾ ഇന്ന് ആക്ച്വലി വിഷു എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്ന ഡേ ആണ്. അപ്പോൾ എന്നെ കാറിലാണ് കേട്ടോ ആക്ച്വലി കൊണ്ടാക്കിയത്, ബിക്കോസ് എനിക്ക് ബസ് കിട്ടിയില്ല. അങ്ങനെ ഞാൻ തിരിച്ച് ഹോസ്റ്റലിലെത്തി, സ്കാൻ ചെയ്തു, നടന്നുകൊണ്ടിരിക്കുക. കോളേജിലെത്തിയിട്ടുള്ള ഹോസ്റ്റലിലെത്തിയിട്ടില്ല. എൻ്റെ പൊന്നോ ക്ഷണിച്ചോ. റൂമിലെത്തിയതിന് ശേഷം ഞാൻ പോകുന്നതിൻ്റെ മുന്നേ കുറേ ഡ്രസ്സുകളെല്ലാം അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഉണങ്ങാൻ വേണ്ടിയിട്ടിട്ടതെല്ലാം ഉണങ്ങിയതെല്ലാം എടുത്ത ബാൽക്കണിയും തിരിച്ച് റൂമിലേക്ക് ഇട്ടു. എല്ലാം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, ഒന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ദൈവം സഹായിച്ച്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് ഇട്ട്, പിന്നെ അതിനുശേഷം ഞാൻ കൊണ്ടുവന്നതിൽ ഉണങ്ങാത്തത് കുറച്ചുണ്ടായിരുന്നു. അമ്മ കഴുകി തന്നതാണ് ടവലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് അഴയിലിട്ടില്ലെങ്കിൽ ബാഗിലിരുന്നാകെ മണമൊക്കെ വരില്ലേ, നനഞ്ഞിരിക്കുന്ന കാരണം. അപ്പോൾ വേഗം അതെല്ലാം ഒന്ന് വിരിച്ച് ഇട്ടതിന് ശേഷം, ടവലൊക്കെ ആവുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ ആകതായിരിക്കും. അപ്പോൾ അതെല്ലാം വേഗം വന്നിട്ട് ഒന്ന് വിരിച്ചിട്ടു. അതിനുശേഷം വേഗം ബാഗ് എടുത്തിട്ട് അൺപാക്ക് ചെയ്തിട്ട്, ബാഗിനകത്ത് വെച്ച ചീത്തയാവുന്ന സാധനങ്ങൾ, പഴമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് പുറത്ത് വെച്ച് വേഗം ലാബിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. ഇന്ന് രാവിലെ അമ്മ എനിക്ക് വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും എനിക്കും അമ്മയ്ക്കും വേണ്ടത് അമ്മ കഴിച്ചിട്ട് വന്നു, അച്ഛനും എനിക്കും വേണ്ടത് അമ്മ ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പോൾ ആദ്യം ഞാൻ ബാഗിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ അത് ഡ്രസ്സാണ് കേട്ടോ, അതും ഉണക്കാൻ്റെ ഡ്രസ്സാണ്. പിന്നെ കുറച്ച് ചേട്ടൻ തന്ന വെച്ച പഴമുണ്ട്, ഓറഞ്ച് വരണ വഴിക്ക് വാങ്ങിച്ച ഓറഞ്ച് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ടായിരുന്നു, വെള്ള കവർ പൈനാപ്പിൾ കേട്ടോ, കട്ട് ചെയ്ത പൈനാപ്പിളാണ്. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ അതെന്താ, ഞാൻ പഴമാണെന്ന് തോന്നുന്നു, പിന്നെ വേറെ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ പഴമെല്ലാം ഞാൻ താഴെ വെച്ചിരിക്കുന്ന ഒരു ബോക്സിലേക്കാണ് വെക്കാറ്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം, വേറൊരു വ്ളോഗിൽ കാണിച്ചു തരാം ഫുഡും സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അതെല്ലാം എടുത്ത് ഷോളും ചക്ക വറുത്തത്, എനിക്ക് ചക്ക വറുത്ത ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വിഷു കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് എൻ്റെ അമ്മ കുഞ്ഞി ഒരു കവറിൽ കുറച്ച് ചക്ക വറുത്തത് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ച കുറച്ച് ചിയ സീഡ്സും, അത് വെറ്റ് ടിഷ്യൂ ആണ്, വെറ്റ് ടിഷ്യൂ. പിന്നെ അതേപോലെ ഓട്സ്, ഇതെല്ലാം കാപ്പിപ്പൊടി. അപ്പോൾ ഇതെല്ലാം ഞാൻ വീട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു. അതെല്ലാം ബാഗിൽ നിന്ന് എടുത്ത് വെച്ചു. പിന്നെ വേറെ ഒന്നും അൺപാക്ക് ചെയ്യാൻ നിന്നില്ല, വേഗം നേരെ ലാബിലേക്ക് പോയി. ഞാൻ ഇന്നത്തെ അപ്ഡേറ്റ്സ് പറയാൻ മറന്നുപോയി. അപ്പോൾ ഇന്ന് ഉള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്, രാവിലെ തന്നെ ഞാൻ ഹോസ്റ്റലിൻ്റെ ഗേറ്റിൻ്റെ അവിടെ, കോളേജിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെയാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് ഹോസ്റ്റൽ വരെ നടക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു 10 മിനിറ്റ്സിൻ്റെ വേ ഉണ്ട്. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ്സ് അവിടെ വാക്കിങ് എനിക്ക് കിട്ടി. അതിനുശേഷം നേരെ ഞാൻ ബാഗ് വെച്ചിട്ട് തിരിച്ച് ലാബിലേക്ക് പോയി. അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഐ സേ അറൌണ്ട് 30 മിനിറ്റ്സ് വർക്കൗട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ എനിക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടം വന്നു. അങ്ങനെ ഞാൻ അൺനോയിങ്ലി എനിക്ക് 45 മിനിറ്റ്സ് വർക്കൗട്ട് വന്നു. പക്ഷെ അത് ലൈക്ക് കൗണ്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. ലൈക്ക് ഞാൻ കാറിനാണ് ആക്ച്വലി ഇങ്ങോട്ട് വന്നത് കോളേജ് ഹോസ്റ്റലിലേക്ക്, പക്ഷെ ഗേറ്റിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നടക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ കുറച്ചീശായിട്ട് ഇൻക്ലൂഡ് ചെയ്തു. അതും കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റിൻ്റെ വാക്ക് കൂടെ ഞാൻ ഈവനിങ്ങിൽ ചെയ്തിരുന്നു. അപ്പം എല്ലാം കൂടെ ചേർത്ത് കഷ്ടി ഒരു 45 മിനിറ്റ്സിൻ്റെ വർക്കൗട്ട്, ഒരു നടത്തം വന്നു. അത് കഴിഞ്ഞ് ഒരു 2 ലിറ്റേഴ്സിൻ്റെ വാട്ടർ ഞാനൊരു ഉച്ചയാകുമ്പോഴേക്കും കുടിച്ചു തീർത്തു. അത് കഴിഞ്ഞ് രണ്ടാമത് നനച്ച വാട്ടർ ഇപ്പോൾ 1 ലിറ്ററും കൂടെ ബാക്കിയുണ്ട്. അതെന്തായാലും ഉറങ്ങണതിൻ്റെ മുന്നേ അത് കുടിച്ചു തീരും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബുക്കിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയത് കാരണം ഞാൻ ഒറ്റയിരിപ്പിന് അത് വായിച്ചു തീർത്തു. ഇനി നാളെ പോയിട്ട് വേറെ പുസ്തകം തപ്പണം, അത് റിട്ടേൺ ചെയ്തിട്ട് വേറെ ബുക്ക് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്ക് സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. അത് ലൈബ്രറി ഉണ്ടെങ്കിൽ ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു പുസ്തകമൊന്നും വാങ്ങിക്കുന്നതിൽ നഷ്ടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അമ്മ ഫാൻ ഇടാതിരുന്നിട്ട് വേർത്തിട്ട് വയ്യ. അത് കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് ഒരു വർക്കൗട്ട് ചെയ്തു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബുക്ക് വായിച്ചു. ഉറക്കം എന്തായാലും എനിക്കിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാത്രിത്തെ ഉറക്കം, നാളത്തേക്കുള്ള ഉറക്കം എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു. ബുക്ക് വായിച്ചു, 2 വർക്കൗട്ട് ചെയ്തു. ഷുഗർ ഫ്രീ ആയിരുന്നു ഡയറ്റ്. അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ വിശക്കാൻ തുടങ്ങിയ സമയത്ത് ഞാനൊരു ഫ്രൂട്ടി യോഗർട്ട് വാങ്ങിച്ചിരുന്നു, മിൽക്കി മിസ്റ്റിൻ്റെ. ഈവനിങ് വാങ്ങിച്ചതാണ്, തണുപ്പൊക്കെ വിട്ടു. പക്ഷേ ഇത് കഴിക്കാൻ പോവാണ്. ഇത് കഴിച്ചിട്ട് റൂം കൂടെ വൃത്തിയാക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. പക്ഷെ അത് എത്രത്തോളം നടക്കുന്നത് എനിക്കറിയില്ല. എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം.
ഞാൻ ടേബിൾ കുറച്ച് മാറ്റി. ഈ ടേബിൾ ഇവിടെ ആയിരുന്നു ഇരുന്നത്, അത് ഞാൻ കുറച്ച് അങ്ങോട്ട് നീക്കി. ഇവിടെ ഇരുന്നിരുന്ന അലമാരെടുത്ത് ഞാൻ അവിടെ ഇട്ടു. ബിക്കോസ് എനിക്കെന്തോ ഇവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ മാറ്റിയിട്ടു. പിന്നെ അവിടെ എൻ്റെ പെട്ടി വെച്ചിട്ടുണ്ട്. ബെഡ് പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഇതായതുകൊണ്ടാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പേപ്പറും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനും എനിക്ക് സോർട്ട് ചെയ്യാനുള്ള തുണികളാണ്, ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ കുറേ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഇത് വീട്ടിൽ നിന്ന് വിഷുവിന് കൊണ്ടുവന്ന ചക്കയാണ്. അപ്പം ഞാൻ എന്തായാലും ഇത് വൃത്തിയാക്കുന്നത് ഇപ്പോൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് എനിക്ക് ഇഷ്ടം പോലെ വർക്ക് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ വർക്ക് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എന്തായാലും ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നില്ല ഗൈസ്. ഞാൻ എന്തായാലും എൻ്റെ വർക്കിനിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ തീർക്കാൻ പോവാണെന്ന്. സമയം ഇപ്പോൾ 12:25. ഞാൻ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ഇന്നിത്തിരി ലേറ്റ് ആയിപ്പോയി. കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. നാളെ ലാബിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗ്രാഫ്സ് ഒക്കെ പ്ലോട്ട് ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് വായിക്കാനുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം ഒരുപാട് വൈകി. സാധാരണ ഞാൻ 11 മണിക്ക് കിടക്കുന്ന ആളാണ്. ഇന്ന് 12 മണിയായി. അപ്പോൾ 6 മണിക്കൂർ ഉറക്കം കിട്ടണമെങ്കിൽ 12 അല്ലേ, 1 2 3 4 5 6 ഒരു 6:30 ആകുമ്പോൾ എണീക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 6:30 ആകുമ്പോൾ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് 6 hours സ്ലീപ്പ് കിട്ടും. 6:30 ആകുമ്പോൾ എണീറ്റ് ഒരു 6:45 ജിമ്മിൽ പോയാൽ 7:30 വരെ വർക്കൗട്ട് ചെയ്യാം. എന്തായാലും നാളെ രാവിലെ ജിമ്മിൽ പോകുന്നതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. എല്ലാവരും വാച്ച് ചെയ്തതിൽ താങ്ക്സ്. ഇതുപോലത്തെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനും പിന്നീട് എൻ്റെ ഈ റിയൽ അറ്റംപ്റ്റ് വളരെ പച്ചയായ ജീവിതം നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ഇറ്റ് വിൽ ഹെൽപ്പ് മീ ഔട്ട് റിയലി ഗുഡ്. ആൻഡ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ലവ് യു ഗൈസ്. See you in another vlog. Bye.